ഹലോ ഗൈസ്, മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാർക്കോന്റെ പുതിയ കാമുകിനെ കാണിക്കാൻ പോകുന്ന നിമിഷങ്ങളായിരിക്കും ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ കേട്ടോ. കാരണം എല്ലാവരും ഇങ്ങനെ ഓണസദ്യയൊക്കെ കഴിക്കുന്നതിനിടയിൽ നമ്മുടെ മാർക്കോ എല്ലാവരോടും നമ്മുടെ മഹാലക്ഷ്മിയോടും കണ്ണനോടൊക്കെ പറയുന്നുണ്ട്, എന്നെ കാത്ത ഒരാൾ ഇരിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് ഇന്ന് അയാളുടെ അടുത്തേക്ക് പോകണം എന്നും പറഞ്ഞിട്ട് നമ്മുടെ മാർക്കോ പോകുകയാട്ടോ. ഇനി ആരാണ് ആ പെൺകുട്ടി എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത് അല്ലേ കുട്ടികാരെ. പ്രേക്ഷകർ ഒത്തിരി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ മാർക്കോന്റെ കാമുകി അല്ലെ. എന്തായാലും അപ്പുറത്ത് നമ്മുടെ കരുണയും ഉണ്ണിയും കൂടെ ഓണസദ്യ ഉണ്ണാൻ വേണ്ടി നമ്മുടെ വീട്ടില് കരുണാലയത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇവർക്ക് വരുമ്പോ തന്നെ നമ്മുടെ അമ്മയെ കാണുമ്പോൾ ഭയങ്കര പേടി. എന്നുവെച്ചാൽ അമ്മയിൽ നമ്മുടെ ലക്ഷ്മിയുടെ പ്രേതം ഉണ്ടെന്നാണ് നമ്മുടെ മുത്തശ്ശി പറഞ്ഞിരിക്കുന്നത്. തലേ ദിവസം നമ്മുടെ മുത്തശ്ശി മഹാലക്ഷ്മിയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് മഹാലക്ഷ്മിയെ കണ്ടിരുന്നല്ലോ. അപ്പൊ മുത്തശ്ശിയുടെ വിചാരം അമ്മയുടെ ദേഹത്ത് നമ്മുടെ മഹാലക്ഷ്മിയുടെ പ്രേതം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കരുടയും ഉണ്ണിയും വരുമ്പോ തന്നെ നമ്മുടെ അമ്മയെ ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ ആട്ടോ നോക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ പ്രതാപൻ നമ്മുടെ എന്താ പറയാ മോഹിനീനെ കണ്ടിട്ട് ഇങ്ങനെ പേടിക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ ലക്ഷ്മി എന്നും പറഞ്ഞൊക്കെ പേടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ വളരെ രസകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. പിന്നീട് ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മഹാലക്ഷ്മി മാർക്കോന്റെ ഒപ്പമോ നമ്മുടെ അനന്തുവിനൊപ്പമോ കാറിൽ പോകുമ്പോൾ നമ്മുടെ കരുണ അത് കാണുന്നുണ്ട്. കാരണം കരുണ കരുണാലയത്തിൽ നിന്ന് സദ്യയൊക്കെ കഴിച്ച് ഉണ്ണിയായിട്ട് തിരികെ വീട്ടിലേക്ക് പോരും വഴിയാണ് നമ്മുടെ മഹാലക്ഷ്മി കാറിന് ഓപ്പോസിറ്റ് അപ്പുറത്തോട്ടേക്ക് പോകുന്നുണ്ടാവും. അപ്പൊ കരുണ നോക്കുമ്പോൾ ആ മഹാലക്ഷ്മിയുടെ പ്രേതം കാറിൽ സഞ്ചരിക്കുന്നു. കരുണ ഇത് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി അലറി വിളിക്കുന്നുണ്ട് കാറിൽ കിടന്ന്. അപ്പൊ ഇനി എന്തും സംഭവിക്കാം അല്ലെ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു കരുണ മഹാലക്ഷ്മിയെ കണ്ടാൽ ആപത്താണ്, അത് കുഞ്ഞിന് അപകടം സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതുവഴി കുഞ്ഞിന് എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത്. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.